ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി കുഴയ്ക്കാതെ പരത്താതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഈ റെസിപ്പി കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല, വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി അതല്ല കറി ഒഴിച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ആവാം, ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും ചേരും. അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടിരുന്നാലേ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഈ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് 250 ഗ്രാം കടലയാണ് എടുത്തിട്ടുള്ളത്. ഈ കടല ഞാൻ തലേ ദിവസം രാത്രി നന്നായി കഴുകിയെടുത്തതിന് ശേഷം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നു. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് ഇത് നന്നായിട്ടൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുത്തതാണ്. ഈ കടല ഉപ്പൊന്നും ഇടാതെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇതിലുള്ള വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. കൈകൊണ്ടൊന്ന് മെല്ലെ ഒന്ന് ഞെക്കി കൊടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകുന്ന ആ ഒരു പരുവത്തിലാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത്. നന്നായി വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഞാൻ ഈ കടല അരച്ചെടുക്കുവാണ്. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ കടല മുഴുവനായിട്ടും ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് അരച്ചെടുക്കാനായിട്ട് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല, അല്ലാതെ തന്നെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി അരച്ചെടുത്ത മിക്സ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ വെള്ളമൊന്നും ചേർക്കാതെ ഇതുപോലെ നല്ല കട്ടിയായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ജാറിൽ നിന്നും ഇത് മുഴുവനായിട്ടും എടുത്തിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്പാച്ച് വെച്ചിട്ടോ ഒന്നുകിൽ കൈ വെച്ചിട്ടോ ഇത് നന്നായിട്ടൊന്ന് തുടച്ചിട്ട് കൊടുക്കാം. അല്ലാതെ ലാസ്റ്റ് കുറച്ച് അരപ്പ് ഇതിൽ പറ്റിപ്പിടിച്ചിരിപ്പുണ്ട് എന്നും പറഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇളക്കിയിട്ട് കൊടുക്കാൻ നിൽക്കരുത്. വെള്ളം കൂടിക്കഴിഞ്ഞാൽ പരുവം തെറ്റിപ്പോവും. ഇനി ഇതിലേക്ക് കടല എടുത്തിട്ടുള്ള അതേ അളവിൽ തന്നെ 250 ഗ്രാം അളവിൽ അരിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരിപ്പൊടി വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഒരു വലിയ സവോള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ക്യാരറ്റ് മാത്രമേ ഇതിലിട്ട് കൊടുക്കുന്നുള്ളൂ. ഒരു പകുതി ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 3 വെളുത്തുള്ളിയും ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതേപോലൊരു സ്പൂൺ അളവിൽ 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയതുകൊണ്ട് ഒരുപാട് എരിവ് ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് അഥവാ എരിവ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കൈ വെച്ചത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതിലിനി വെള്ളം ഒഴിച്ചു കൊടുക്കാനുണ്ട്. അതിന് മുമ്പായിട്ട് ആദ്യമേ ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു കണക്ക് കിട്ടും എത്ര വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നുള്ളത്. വെള്ളം ഒരുപാട് അങ്ങ് ആയിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ പരുവവും തെറ്റിപ്പോവും. ഇപ്പം ഞാനിത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പൊടിയും കടലയൊക്കെ എടുത്തിട്ടുള്ള അതേ 250 ഗ്രാം കപ്പിൻ്റെ അളവിൽ 3/4 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പം ഞാനിത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് ഇതുപോലെ എണ്ണയോ ഓയിലോ ഒന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് മാവെടുത്ത് ഇതുപോലെ കൈയുടെ ഉള്ളം കയ്യിലോ ഒന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഒരുപാട് എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാനാണെങ്കിൽ ഇതേപോലെ ചെയ്തെടുക്കാം. 2 രീതിയിലും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചെയ്യുന്നത് ഈ രീതിയിലല്ല. ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് അതിൽ ഒട്ടും തന്നെ എണ്ണയോ ഓയിലോ ഒന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാതെ ഇതുപോലെ ഒരു കയ്യിൽ മാവ് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ സ്പാച്ചിൽ കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. പാനിൽ ആദ്യമേ തന്നെ എണ്ണ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് പരത്തിയെടുക്കാൻ പറ്റില്ല. അതിനാണ് ഇങ്ങനെ ചെയ്തത്. ഇതുപോലെ നന്നായിട്ട് പരത്തിയെടുത്തതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 സ്പൂൺ എണ്ണയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ എണ്ണ ഒഴിച്ച് തന്നെ വേവിക്കണം എന്നൊന്നുമില്ല. എണ്ണ ഇല്ലാതെ വേവിച്ചെടുത്താലും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. എണ്ണ ഒഴിച്ചെടുത്ത് വേവിച്ചെടുക്കുമ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ 2 സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്നും മാറ്റാം. ഇതേപോലെ തന്നെ എല്ലാ മാവിലും ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറികളൊന്നും വേണ്ടാത്ത വെറൈറ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മയോണൈസിൻ്റെ കൂടെയോ ടൊമാറ്റോ സോസിൻ്റെ കൂടെയോ ഡിപ്പ് ചെയ്ത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് ഫോർ വാച്ചിങ്.